അമ്മാവൻ ഇങ്ങോട്ട് പിണക്കണ്ട്, അങ്ങോട്ട് പോയിട്ട് നന്നാവുക, അതന്നെ പരിഹാരം. എളാപ്പി മൂത്താപ്പി തമ്മിൽ പ്രശ്നമുണ്ട്, എളാപ്പോണ്ട് പോവുക മുത്താപ്പാന്റെ അടുത്തേക്ക്, ജ്യേഷ്ഠനല്ലേ. സംഗതി മൂത്താപ്പാന്റെ അടുത്താ കാര്യം തെറ്റുണ്ടാവുക, എന്നാലും എളാപ്പ എന്റെ അടുത്താ തെറ്റ് കാക്ക, നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നിട്ടോ, മതി, അത്ര പറയണം. മുത്താപ്പ എപ്പം ഡയലോഗ് അടിച്ചു, ഇനി ഞാൻ മരിക്കോളെങ്കിൽ പൊരുത്തപ്പെട്ടില്ല, അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചോ, അള്ളാന്റെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരാൾ പൊരുത്തം ചോദിച്ചു വന്നാൽ പൊരുത്തം കൊടുക്കൽ നിർബന്ധമാണ്. ഒരാൾ പറയാം എനിക്ക് മാപ്പ് തരണം, അപ്പൊ മാപ്പ് ചെയ്തു കൊടുക്കണം എന്നാണ്. ഞാൻ മാപ്പാക്കി, സാരമില്ല. ചിലർ പറയും എന്റെ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കരുത്. എന്താ അതൊക്കെ, എന്റെ മയ്യത്ത് പോലും കാണാൻ ഞാൻ വിടരുത്. എന്ത് തെറ്റ് ചെയ്താലും 100 ആളെ കൊന്ന ആൾക്ക് അള്ളാഹ് പുറത്തെടുത്തിട്ടുണ്ട് അല്ലേ? 100 ആളെ കൊന്ന ആൾക്ക് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അത്രക്കൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമ്മളെ കുടുംബ പ്രശ്നങ്ങളൊന്നും. ഉണ്ടാവും, ആ സെന്റ് അതിരിങ്ങോട്ട് തിരക്കിയിട്ടുണ്ടാവും, ഒരു 5 സെന്റ് ഇപ്പൊ എന്തേലും ഏറെ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ശരി തന്നെ, ഹക്കും ബാത്തിലും കൃത്യമായും കൊണ്ടടക്കണേ. എന്നാലും മരിച്ചാലും ഞാൻ മിണ്ടൂല, അങ്ങനെയൊക്കെ പറയാൻ മാത്രമൊക്കെ ഉണ്ടോ? അതൊന്നും പറഞ്ഞൂടെ, അതൊക്കെ ഭയങ്കര ഓവറാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. പറഞ്ഞു പോയത് തിരുത്തണം. അള്ളാഹു ചാല നമ്മുടെ മുറിവുകളെ ഉണക്കുകയും മനസ്സുകളെ അള്ളാഹു ഇണക്കി തരുകയും ചെയ്യട്ടെ. ആമീൻ.